കുഞ്ഞിയുടെ നോട്ടം മൊത്തം എന്റെ മൈക്കിലോട്ടാണ്. അതിപ്പോ ഊരി കൊടുക്കണം. ഇനി അത് ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാനാണോ എന്റെ ദൈവമേ. എനിക്ക് എന്താ രാവിലെ വേണ്ടേ? എന്താ വേണ്ടേ കഴിക്കാൻ? മാംഗോ തരട്ടെ? നല്ല മൂടൊന്നും അല്ല. എന്തായാലും നമുക്ക് മാംഗോ കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യണ്ടേ? അവിടെ നിന്ന് വീഴരുതേ. ആ, ഇത് പച്ചയാണോടാ? അയ്യോ അമ്മേ, ഇത് പച്ചയാന്ന് തോന്നുന്നുണ്ടാ. കളറൊക്കെ കണ്ടപ്പോ പഴുത്തതാന്ന് വിചാരിച്ചു. പിന്നെ കടയിലുള്ള എല്ലാം വാങ്ങി ഇങ്ങനെ ഞെക്കി നോക്കി അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കാര്യമായിട്ട് ഞെക്കാൻ പോയില്ല. പച്ചയാണ് ഇപ്പൊ തോന്നണ വീട്ടിൽ കൊണ്ടുവന്നേക്കണത്. എന്തെങ്കിലും ആവട്ടെ. ഇന്നലെ ഒരെണ്ണം കട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് നല്ലതായിരുന്നു. നീ എല്ലാം ഇപ്പൊ പൊളിച്ചു വിടുവാണെന്ന്. ഓ, ഇത് പച്ചയാ. ഇത് പച്ചയാടാ. വല്ല മീൻ കറിക്കകത്ത് ഇടേണ്ടി വരും. നമുക്ക് മത്തിയുടെ കൂടെ ഇട്ടിട്ടേ കറി വെക്കേണ്ടി വരും കുഞ്ഞി. കുഞ്ഞിക്ക് മാംഗോ ഏറ്റവും ഇഷ്ടം. കുഞ്ഞിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? കുഞ്ഞിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാന്നറിയോ? സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി ആണോ മാംഗോയാണോ ഇഷ്ടം? മാംഗോയാ ഇഷ്ടം. കുഞ്ഞിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടാ. എന്താന്ന് അറിയത്തില്ല. ഭയങ്കര പുളിയാണെങ്കിലും പുളി ഇരുന്ന് കഴിക്കും. ഇപ്പൊ ആണെങ്കിൽ സ്ട്രോബെറിക്ക് ഭയങ്കര റേറ്റാ. ഇപ്പം ഭയങ്കര റേറ്റ് കൂടുതലാ. അതുകൊണ്ട് ഏട്ടക്കെങ്ങാലും മേടിച്ചു കൊടുക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെ സ്ട്രോബെറി മാത്രം കഴിച്ചാൽ പറ്റില്ലല്ലോ, ബാക്കിയുള്ള ഫ്രൂട്ട്സും കഴിക്കണ്ടേ? ആഹാ, അല്ലേ മനി? പക്ഷെ എന്നാലും ഇത് പച്ചയായി പോയില്ലടാ. പച്ചയായി പോയില്ലടാ. എനിക്കും കുഞ്ഞിക്കും മാംഗോ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട് മാംഗോ കിട്ടുമ്പോ മേടിക്കുന്നതാ. പക്ഷെ നോക്കി എടുക്കാൻ അറിയില്ല. ചിലപ്പം ലക്കിന് നല്ലത് കിട്ടും, ചിലപ്പോ ഇതുപോലെ പച്ചയും കിട്ടും. പച്ചയാണെങ്കിലും ചിലപ്പോ മധുരം ഉണ്ടാവും. പിന്നെ എന്റെ കുഞ്ഞിനി കത്തി എടുത്തിട്ടാ കളിക്കണേ. കൈയൊക്കെ മുറിയില്ലേ? എന്തെങ്കിലും ചെയ്യാൻ ഞാൻ വന്ന അപ്പ അതിന്റെ മേളിൽ കയറിയിരിക്കണം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് ഒപ്പിച്ചോണ്ടിരിക്കുക. അല്ലേ കുഞ്ഞി? അല്ലേ കുഞ്ഞി? എനിക്ക് വേറെ എന്താ പണി അല്ലേ? അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. രാവിലെ പഴം നല്ല അടിപൊളിയായിട്ട് ഗീലൊക്കെ ഇട്ട് റോസ്റ്റ് ആക്കി കൊടുത്തു. അത് തൊട്ട് നോക്കിയില്ല. ബിസ്ക്കറ്റ് കൊടുത്തു. അത് പിന്നെ പണ്ടേ വേണ്ട. ഇനിയിപ്പോ എന്താ വേണ്ടേ? ചോറ് വേണോ? മാംഗോ കഴിക്കാല്ലേ നമുക്ക്? പുളി ഉണ്ടോ? പുളിയാ? നല്ലതാണോ? അടിപൊളിയാ? യമ്മിയാണോ? കയ്പോ? കയ്പാണോ? നീ ആ പീസ് ഇങ്ങോട്ട് തന്നിട്ട് ഈ പീസ് കഴിക്കി. ഈ പീസ് കഴിച്ചു. ഇത് നല്ല. എന്നാ നീ ഏതേലും കഴിക്കും. പഴുത്താൻ നല്ലതായിരുന്നു, പക്ഷെ ചെറിയ പുളിയുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. ഉപ്പ് കൂട്ടി കഴിക്കാം. നല്ലതായിരിക്കും. അയ്യോ, നീ അതിൽ മുക്കല്ലേ. എന്തായാലും അവൻ മുക്കി. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പച്ചമാങ്ങ. പച്ചല്ല, ചെനച്ച മാങ്ങ. നല്ല രസമുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാൻ കുഞ്ഞി. എനിക്ക് ചായ കുടിച്ചിട്ട് പിന്നാലെ ഇത് കഴിക്കാനൊരു സുഖമില്ല. കട്ട് ചെയ്ത് വെക്കാം. അപ്പൊക്ക് എടുത്ത് വെക്കണ്ട. നീ അവിടെ ഇരുന്ന് നിരങ്ങല്ലേ കുഞ്ഞോ, വീഴും നീ ഇങ്ങോട്ട്. ഞാൻ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഒന്നും ഇരിക്കത്തില്ല. അതാണ് എന്റെ പിന്നാലെ ഇങ്ങനെ ചെയ്യുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വിചാരിക്കുന്നത്
ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഈ വിങ്സ് ഇല്ലേ, ആ വിങ്സ് അല്ല, ലെഗ് പീസും ഇങ്ങനെ ഒരു പോർഷൻ. അപ്പോൾ ഇത് 4 പീസോ 3 പീസോ എത്രയൊന്നും ഉണ്ട്. അപ്പോൾ ഇതിന്ന് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫ്രൈ അടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണം. അപ്പോൾ ഇതിന് ഒരു മസാലയൊക്കെ സെറ്റാക്കി ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അത് എടുത്തേക്കല്ലേ, കയ്യിലാവക്കരുത് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. ചോറ് വെക്കണം, കറി എന്തെങ്കിലും വെക്കണം. കുഞ്ഞോ അത് പിടിക്കല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഞാന് ചിക്കൻ വറുക്കൽ പൊരിക്കലിലൊന്നും വലിയ എക്സ്പേർട്ട് അല്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ചെയ്യണം. കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മളല്ലേ കഴിക്കുന്നേ, പ്രശ്നം ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ട് വറക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മാങ്ങാണ്ടി ഇത് കെട്ടിയെടുത്ത് വെച്ചാലോ, അപ്പയ്ക്ക് ഇതെടുത്ത് വെച്ചാലോ. മാങ്ങാണ്ടി അപ്പയ്ക്ക് വേണ്ട, ഓടിക്കും. അത് പാവായതുകൊണ്ട് ചിലപ്പോ അത് എടുത്തിട്ട് ആന്ന കുഴപ്പമില്ല, ഞാനിത് കഴിച്ചോളാന്ന് പറയും. നമ്മുടെ കുഞ്ഞിയുടെ അപ്പ ഭയങ്കര പാവ. കുഞ്ഞിയുടെ അപ്പ ഭയങ്കര പാവാ. സ്വീറ്റ് ഡാഡി. അപ്പം അപ്പയ്ക്ക് നല്ല മുതുക്കൊരു പീസ് എടുത്ത് വെച്ചേക്കുന്നു. ഇതപ്പയ്ക്ക് അല്ലേ? കുഞ്ഞിക്ക് ഏതാ? കുഞ്ഞ് എത്ര പീസ് കഴിച്ചു? എത്ര പീസ് കുഞ്ഞിക്ക് വേണം? എത്ര പീസ് കുഞ്ഞിക്ക് വേണം? പീസ് കാണിച്ചു കൊടുത്തേ. പീസ് എങ്ങനെയാ അമ്മ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള? കുഞ്ഞിക്ക് പീസ് എങ്ങനെ പിടിക്കുക? മാങ്ങാപ്രാന്തൻ. അപ്പം നമുക്ക് പയ്യെ പരിപാടികൾ തുടങ്ങാം. ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനിട്ട് ചെയ്യാം. അപ്പം ഇന്നിപ്പോ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ചധികം ഇങ്ങനെ ഒരു ടിന്നിലാക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ഇരിക്കും, കേടാവത്തൊന്നുമില്ല. അപ്പം ആദ്യം നമുക്ക് അത് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് വേണം, അത് കിട്ടിയിട്ട് വേണം മസാല ഉണ്ടാക്കാൻ. അപ്പൊ ആദ്യം തന്നെ അത് ചെയ്യട്ടെ. തൊലിയൊക്കെ കളഞ്ഞൊന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഇവിടുത്തെ ഇഞ്ചി കണ്ടോ, വലിയ മന്ദൻ ഇഞ്ചി ആട്ടോ കിട്ടുക. വലിയ ഉണ്ട ഇഞ്ചി കിട്ടും. അപ്പൊ നമുക്കൊരു രണ്ട് വലിയ കഷ്ണം എടുത്തിട്ട് അരയ്ക്കാം. 1 പീസ് മതിയാവുമായിരിക്കും. ഇത് കെട്ടി വെക്കണം. ഇന്ന് നമുക്ക് ഒരു ഫേസ് പാക്ക് ഇടണം. മുഖമൊക്കെ ആകെ ഒരുമാതിരിയായി. കുറെ നാളായി ഫേസ് പാക്കും കാര്യങ്ങളും ഒന്നും ഇടാണ്ട് ഇങ്ങനെ നടക്കണു. കുറെ നാളായിട്ടോ ഫേസ് പാക്കും കാര്യങ്ങളും ഒന്നും ഇടലില്ല. നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും, 2 അല്ലെങ്കിൽ 1 വട്ടമെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടും. ഇവിടെ വന്നപ്പം മടിയെന്നല്ല, ഇവിടെ വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ച് കളറ് വെക്കാൻ തുടങ്ങി. കളറ് വെക്കാൻ വേണ്ടിയിട്ടല്ല ഫേസ് പാക്ക് ഇടുന്നത്, മുഖത്തെ ഒരു വെയിലൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ടാൻ അങ്ങനെയുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പം വെയിലടിക്കുന്നില്ല. ഇങ്ങനെ റൂമിലിരിക്കുന്നത് കൊണ്ട്, വെയിലടിക്കാത്തതൊക്കെ കൊണ്ട് ആ ഒരു മൈൻഡ് അങ്ങ് മാറിപ്പോയി. ഫേസ് പാക്ക് ഇടണം, കെയർ ചെയ്യണം, അങ്ങനെയുള്ള മൈൻഡൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പൊ ഇന്ന് എന്തായാലും ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇടണം, ഇട്ടേ പറ്റൂ. കുറെ നാളായി ഇട്ടിട്ട്. ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയിടാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവബഹുലമായ സാധനങ്ങളൊന്നുമല്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടാം. പക്ഷെ നിങ്ങൾ കണ്ടോട്ടോ, നല്ല കിടിലൻ റിസൾട്ട് ആയിരിക്കും. ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ബ്യൂട്ടീഷ്യൻ മാത്രമല്ല, ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു കേട്ടോ ഞാൻ പഠിച്ചതിൽ മെയിനായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ടൈം തൊട്ടാണ് ഞാൻ
ഇങ്ങനെ ഫേസ് പാക്കുകൾ ഇടാനും ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിൽ അങ്ങനെ ആ സമയത്ത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ ഫേസ് പാക്കുകൾ കുറച്ചധികമുണ്ട്. അപ്പം അതില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് ഉണ്ട്, അതായത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക്. അതെന്തായാലും ഒന്ന് ഉണ്ടാക്കിയിടണം. അപ്പം അതും ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കാം. അപ്പൊ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഇഞ്ചി ഒരു കുടം പ്ലസ് ഒരു അരക്കുടം കൂടി കുറച്ച് ഒരു ഹാഫ് ഒരു വെളുത്തുള്ളിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് തൊലി കളഞ്ഞ് സെറ്റ് ആക്കട്ടെ. ഇത് മൊത്തം കൂടി തൊലി കളയാൻ നിന്ന് നിങ്ങളെ ബോറടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ അരക്കിലൊക്കെ എനിക്ക് മടിയാണ്. അപ്പൊ ഞാനിതിങ്ങനെ ഒരുമിച്ചാക്കി അരച്ചു വയ്ക്കും. സെറ്റായി. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഇനി ഇത് കുറച്ചു നേരം പുറത്തിരുന്ന് കാറ്റ് കൊള്ളട്ടെ. തണുപ്പൊക്കെ ഒന്ന് പോട്ടെ. കുറച്ച് തണുപ്പൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ട് ചെറിയൊരു തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവന്മാരെ വരഞ്ഞ് ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇതിൽ 2 സെറ്റ് ഉണ്ട്. ആഹാ, ഇതിൽ ഒരെണ്ണം ഉള്ളൂ, മറ്റേ മേളിൽ 2 എണ്ണം. അപ്പൊ നമ്മൾ വിചാരിക്കും അടിയിലിരിക്കുന്നതിൽ 2 എണ്ണം ഉണ്ടെന്ന്. ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട്. എന്ത് പറ്റി? പിടിച്ചോ? അമ്മയുടെ കയ്യിൽ ചിക്കനാണല്ലോ, നന്നായിട്ട് ഇടിച്ചോ? അയ്യോ, വേദന എടുത്തായിരുന്നോ? ആണോ? ഷാടില്ല കേട്ടോ. അമ്മയുടെ കയ്യിലാ ചിക്കനാ. അവിടെ ഇരിക്കട്ടെ. അമ്മയുടെ കയ്യിൽ ചിക്കനാണ്. പിടിക്കല്ലേ കേട്ടാ. എടാ പിടിക്കല്ലേന്ന് പറയുമ്പോ പിടിക്കാം. ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ കേക്കണേ. അപ്പൊ നമുക്ക് കുഞ്ഞിക്കുണ്ട്, അപ്പയ്ക്കും അമ്മയ്ക്കും. കുഞ്ഞിക്ക്, അപ്പയ്ക്ക്, അമ്മയ്ക്ക്. കുഞ്ഞ് കഴിച്ചത് തന്നെയാ. കുഞ്ഞ് കഴിക്കൂല്ലേ? നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചേക്കാം. പിന്നെ മസാല ഉണ്ടാക്കാം. കുഞ്ഞി കത്രിക പ്രശ്നമാണ്, സൂക്ഷിക്കണം. ഇത് ഓൾറെഡി ക്ലീൻ ആണ്. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് ഒന്ന് കഴുകിയേക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവന്മാരെ ഒന്ന് വരയാം. അതിനായിട്ട് കത്തി ഒന്ന് മൂർച്ച കൂട്ടാം. കുഞ്ഞി കത്തി മൂർച്ച കൂട്ടട്ടെ കേട്ടോ, എന്നാലാണ് നല്ല പോലെ ഇങ്ങനെ വരയാൻ പറ്റുള്ളൂ. ഓക്കേ, നമുക്ക് വരയാം. വേസ്റ്റ് കളയട്ടെ. ഇതിന്റെ സ്കിന്ന് പറിച്ച് കളയണ്ട അല്ലേ? സ്കിൻ കളയണോ? സ്കിൻ കളയണ്ട, അവിടെ ഇരുന്നോട്ടെ. വാവ്, നല്ല നൈസായിട്ട് മൂർച്ചയായി. അതുകൊണ്ട് നല്ല രസമുണ്ട്. അത് വള്ളിയല്ലടോ. വള്ളിയാണോ അത്? ഓ, വള്ളി. എന്ത് വള്ളി? നിറയെ വരയിട്ട് വയ്ക്കുന്നുണ്ട്. എനിക്ക് എല്ലായിടത്തും മസാലയൊക്കെ വേണം. പിന്നെ എരിവും പുളിയൊന്നും ഇല്ലാതിരിക്കുന്നതിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അത്യാവശ്യം പറ്റുന്നിടത്തൊക്കെ ഞാൻ വരയിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വെട്ടണം. സെറ്റ്. അയ്യോ, അങ്ങനെ വെട്ടണ്ട. അയ്യോടാ, സ്കിന്ന് വരും. എന്നാ പിന്നെ ഊരി കളഞ്ഞേക്കാം. നമുക്ക് എന്റെ സ്കിന്നൊന്നും വേണ്ട, എന്റെ ആവശ്യമില്ല. എന്തിനാണത്? നല്ലതാണോ? അല്ലെങ്കിൽ കഴിക്കണം.
നമുക്കിത് വേസ്റ്റിലേക്ക് ഇടാം. സ്കിന്നിങ്ങനെ ഊരി ആടിയിരിക്കുന്നു. എന്തിനാണത്? ഒരു വൃത്തിയില്ല. ഓക്കെ സെറ്റ്. എന്നാണോ കുഞ്ഞി? അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആ സെറ്റാണ്, പക്ഷെ നീ അങ്ങനെ ചെയ്യണ്ട. മിണ്ടില്ല. കുഞ്ഞിന് വരുകിട്ടേ. ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, അപ്പം കുറച്ചുകൂടി എരിവ് വരും. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി വേണോ? മല്ലിപ്പൊടി വേണ്ട. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടണം. ഇതെങ്ങനെയുണ്ട്? നെസ്കഫെ ഗോൾഡ്, അതിലിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ്. നമ്മൾ മലയാളികൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മതി. നല്ല എരിവുണ്ട് അതിന്. കുഞ്ഞിക്കും കൂടി കഴിക്കാനുള്ളതല്ലേ. കുഞ്ഞ് അത്യാവശ്യം എരിവൊക്കെ കഴിക്കും, എന്നാലും ഒത്തിരി എരിവാക്കി കളഞ്ഞാൽ ശരിയാവില്ല. കുഞ്ഞിക്ക് ഒത്തിരി എരിവ് പറ്റില്ല. കുറച്ച് പെരുംജീരകം, ഇതിങ്ങനെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടു. അല്ലെങ്കിൽ ഇത് ഫ്രൈ ആക്കുമ്പോൾ എണ്ണയിലിട്ടാലും മതി. ഞാൻ എന്തായാലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിടണം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇത്ര മതിയാവുമായിരിക്കും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ വറുക്കാൻ നേരത്ത് എൻ്റെ ഉപ്പ് കൂടി പോകാറുണ്ട്. എന്നിട്ട് ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ, അത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില എടുത്തിട്ട് വരട്ടെ. 1 മിനിറ്റ്. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് മാത്രം. ഇനി ഫ്രൈ ചെയ്യുമ്പം ആ എണ്ണയിൽ ഇടാം, പക്ഷെ ഇതിലിടുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് യോഗട്ട്. ഇത് പുളിയില്ലാത്ത യോഗട്ടാണ്. നല്ല യോഗട്ട് അവൻ എടുത്തിട്ട് പോയി, അവൻ തരുന്നില്ല. അപ്പൊ തൽക്കാലം ബാലൻസ് കുറച്ചിരിക്കണ്ടായിരുന്നു, അതിനകത്തുനിന്ന് ലേശം ഇട്ടേക്കാം. അത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുവാണേ. എങ്ങടെ തെറിക്കണേ. കുറച്ച് മതി. ഓക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലിട്ട് നന്നായിട്ട് തിരുമ്മി മസാലയൊക്കെ തേച്ച് വെച്ചേക്കാം. ഇപ്പൊ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലേക്കാട്ടോ ഞാൻ ഇതിന് ഫ്രൈ ആക്കുള്ളൂ. അത്ര നേരം ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. മസാല കുറച്ചുള്ളൂ. ഓക്കെ, ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ടേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കാം. എന്തായാലും വരാൻ മടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നല്ലപോലെ വരഞ്ഞിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചുമ്മാ മീറ്റ് മാത്രമായിട്ട് ഇരിക്കും, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. നന്നായിട്ട് തേച്ചൊക്കെ പിടിപ്പിക്കാം. യെസ്. എന്ത് പറ്റി പൊന്നി? എവിടെ ഇടിച്ചേ? ഇതെന്താ എപ്പോഴും ഇരിക്കണേന്ന്? ശോഷിക്കണ്ടേ നീ? ചാർജ് ആവണുണ്ട്, നന്നായിട്ട് ചാർജ് ആവട്ടെ. നമ്മൾ ചിക്കൻ ഇറങ്ങിക്കുന്നുണ്ടോ? യോഗട്ട് നീ കഴിക്കായിരുന്നു? സിങ്കിന്റെ ഉള്ളിൽ കൂട്ടോ. എടാ നീ എന്ത് കാണിക്കണേ? ഇരിക്കേ. ചിക്ക കുഞ്ഞിക്ക് കഴിക്കണം. കുഞ്ഞിക്ക് ചിക്കൻ ഇഷ്ടമാണോ? ഇത് ഫ്രൈ ആക്കിയിട്ട് കുഞ്ഞിക്ക് തരാം കേട്ടോ. യമ്മി ഉണ്ടാവോ? സൂപ്പർ ആയിരിക്കും അല്ലേ? കുഞ്ഞിക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കോൺഫ്ലവർ ഇടാറില്ല. കുഞ്ഞിക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി കൊടുക്കും. ഇപ്പൊ കുഞ്ഞിക്ക് ഇഷ്ടമല്ലേ?
യെസ്. എന്ത് എന്ത് നിക്കണു? ഇതിലൊരു കുറച്ച് യോഗട്ട് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്കും കൂടി ഉണ്ടാക്കാം. ഇന്ന് എക്സ്പയറി ആവട്ടത്, അതിന് മുന്നേ തീർക്കണം. യെസ്. എന്താ പൊന്നി? ഇന്റെ പൊന്നി ഏത്? ആ ടിഷ്യൂ. നിലത്തൊന്നും വെക്കാൻ പറ്റാണ്ട് ഇപ്പം ആകാശത്താ ടിഷ്യൂ ഇരിക്കുന്നത്. എന്നിട്ട് ഇനി അവിടെ നിന്ന് എടുത്ത് കൊടുക്കണം. ടിഷ്യൂവിന്റെ റോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ടിഷ്യൂ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടന്നോളൂ. അല്ലേ കുഞ്ഞി? കൊണ്ടിട്ട് കാണുമല്ലോ. ആ കുഞ്ഞി എന്റെ മൈക്കടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്ക. ആ ചാർജൊക്കെ വെച്ചേക്ക. ഞാൻ എന്റെ ചാർജൊക്കെ വെച്ചേക്ക. ഞാൻ ചാർജ് ആയിട്ടില്ല. ഒരു ഇച്ചിരി നേരം കൂടി ഇരുന്നാലേ ചാർജ് ആവുള്ളൂ. വാ ഇളക്കി മിക്സ് ആക്കിയോ? ഇളക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്ക്. നോക്കട്ടെ. തരൂ. ഇങ്ങോട്ട് കാലിലൊക്കെ പൊടി. ഇത് കുഞ്ഞിക്കുള്ള ദോശയാണ് കേട്ടോ. ദോശയല്ല ഇത്. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേനും അത് ചപ്പാത്തിയുടെ ഒരു ഫോമിലേക്ക് വരും. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ വലിയ സൗണ്ടുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫേസ് പാക്ക് ഇട്ടേക്കാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കണ്ടിട്ട് അവൻ പേടിക്കണ്ടല്ലോ. എൻ്റെ നടുവിൽ നിന്ന് വന്ന സൗണ്ടല്ല, ഇവിടെ ബാക്കിലെ കബോർഡിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: കടലമാവ്, കാപ്പിപ്പൊടി, തൈര്, ഹണി ഉണ്ടെങ്കിൽ കുറച്ച് ഹണി, പിന്നെന്താ, പിന്നെ കുറച്ച് എന്തുവാ അതിൻ്റെ പേര്, മുൾട്ടാണി മിട്ടി. അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കടലമാവും കാപ്പിപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് മുൾട്ടാണി മിട്ടി ഇടണമെന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് ഇടുന്നു എന്ന് മാത്രം. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്കൊരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് ഇടുവാണേ. അപ്പം എനിക്ക് മാത്രം മതിയല്ലോ, അപ്പം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. കുറച്ച് കടലമാവ്, ഇനി കുറച്ച് മുൾട്ടാണി മിട്ടി. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നാട്ടോ, അത് കഴിയാറായി. കുറച്ച് മുൾട്ടാണി മിട്ടി. ഇതിന് കയ്യും കണക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടങ്ങ് ഇടും. കുറച്ച് കാപ്പിപ്പൊടി, കടക്കട്ട. ഈ കോഫി പൗഡർ അതുപോലെ കടലമാവൊക്കെ നല്ലതാട്ടോ സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് യോഗട്ട് ബാക്കിയുള്ളൂ. എനിക്കിപ്പോൾ ഈ ഒരു പാക്കിന് ഇത്ര മതിയാവും തോന്നുന്നു. അപ്പം ഓക്കെ, അത് മതി, ധാരാളം. അപ്പം യോഗട്ട്, ഇത് പുളിയുള്ള യോഗട്ടൊന്നും അല്ല കേട്ടോ. ഇത് ഇവിടെ കിട്ടുന്ന യോഗട്ട്. ഇതിന് വലിയ പുളിയൊന്നുമില്ല. ഓക്കെ, ഇനി എന്താ ഇടാനുള്ളത്? കുറച്ച് ഹണിയും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ഞാൻ ഇന്നലെ മേടിച്ചതാണ്. അപ്പം ഇത് പൊട്ടിക്കട്ടെ. എന്താ ഇത് ഇങ്ങനെ വരുന്നത്? ഓ ഷിറ്റ്, മൊത്തത്തിലെ ഊരി വരുവാണല്ലോ.
ഓ അതാകെ മെനകേടാക്കി. വാവ് ഹണി, കുറച്ച് ഹണി നിങ്ങോട്ട് പോരുമോ മൊത്തം? എന്ത് പന്നാ? ഓ കുഞ്ഞ് എണീറ്റു. കുഞ്ഞ് ഉറങ്ങായിരുന്നല്ലോ, അവൻ എണീറ്റ് ഇങ്ങോട്ട് പോന്നു. അതാണ് ആ ശബ്ദം. കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് അവനൊന്നും കൂടി ഉറക്കിയിട്ട് വീണ്ടും തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നമുക്ക് പാക്ക് ഇടാം, അതായിരിക്കും ഉത്തമം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അവനെ ഞാൻ ഉറക്കിയിട്ട് വന്നു. ഇപ്പം ഇത് ഇത്തിരി തിക്കാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ യോഗേർട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. തിക്കല്ല, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത യോഗേർട്ട് പൊട്ടിക്കാൻ മടിയാ, തൽക്കാലം മതി. ഇത് വലിയ കുഴപ്പമില്ല, ഒരു ലേശം തിക്കുണ്ട്, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഫോക്കസ് വേറെ സ്ഥലത്തായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പോയിട്ട് അപ്ലൈ ചെയ്യാം. സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പം ഇത് പോയിട്ട് അപ്ലൈ ചെയ്യട്ടെ. ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, പൊട്ട് കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് മുഖം കഴുകിയേക്കാം, ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഒന്ന് കഴുകി പാക്ക് ഇടാം. അപ്പം പാക്ക് ഇടട്ടെ കേട്ടോ. നല്ല തണുപ്പ്. സ്പൂൺ കൊണ്ട് പാക്കിടാൻ നല്ല ഈസിയാണല്ലോ. കൊള്ളാം, ഇത് നേരത്തെ പ്രയോഗിക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ ഇടയിലെങ്ങാനും കുഞ്ഞി എണീറ്റ് കഴിഞ്ഞാൽ കുഞ്ഞി എന്നെ കണ്ട് പേടിക്കും. ഞാൻ പല ടൈപ്പിലെ പാക്കുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നേ. ഹോം മെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ. പല ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇടാറുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണത്. അതുപോലെ വേറെ ഒരെണ്ണമുണ്ട്, നമ്മുടെ പൊട്ടാറ്റോൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു പാക്ക്, അതും അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. പൊട്ടാറ്റോ വെച്ചിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണിച്ചു തരുന്നില്ല. കണ്ടപ്പന്താ നമ്മൾ കളർ വെക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ പാക്ക് ഇടുക. പാക്ക് ഇടുന്നത് നമ്മുടെ സ്കിന്നിന് നമ്മൾ വെയിലൊക്കെ കൊണ്ട് എയർ ചെയ്യാണ്ടൊക്കെ ആകെ ടാനൊക്കെ അടിച്ച് ആകെ കരിവാളിച്ച് ഒക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം അതൊക്കെ ഒന്ന് മാറി നല്ല ഫ്രഷായി മുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാക്ക് തന്നെ. ഒരു ഫ്രഷ്നെസ് മുഖത്ത് വേണം. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പാക്കൊക്കെ ഇടുന്നത് നല്ലതാണ്. വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇടയ്ക്ക് ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടൂടെ. വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടല്ലേ നമ്മൾ ഓരോ സാധനങ്ങൾ കേക്കായിട്ട് ഉണ്ടാക്കിയിടാറ്. അപ്പം ഇടയ്ക്കൊക്കെ ഇട്ടോ, വീട്ടമ്മമാരും ഒന്ന് സന്തോഷിക്കൂ. എന്തെങ്കിലുമൊക്കെ സെൽഫായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാണ്ട് എപ്പോഴും അങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്തിരുന്ന അങ്ങനെ ഒരു ലൈഫ് ഒരു രസമില്ല. നമ്മളിടയ്ക്ക് നമ്മുടെ കാര്യങ്ങളും കൂടി നോക്കണം എന്നും പറഞ്ഞ് ഫേസ് പാക്ക് തൊട്ട് ഏത് നേരം ഇരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ പോയി വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തിട്ട് വന്നാണ് ഞാൻ കുറച്ച് നേരം ട്രാപ്പായിപ്പോയി. കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അവനെ ഞാൻ തോളത്തിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ സമയം പോയെന്നല്ല, അങ്ങോട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വലിയാൻ തുടങ്ങി. അവിടെ നിന്ന് എണീറ്റ് വരാൻ പറ്റണ്ടേ. എന്നിട്ട് പിന്നെ അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ എണീറ്റ് പോയി വാഷ് ചെയ്തേട്ടോ. നമ്മൾ വാഷ് ചെയ്തിട്ട് കളയുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വന്നിട്ട് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡ്രൈ ആവും അല്ലെങ്കിൽ. പിന്നെന്താ, ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ സോപ്പൊന്നും ഇട്ട് ഇങ്ങോട്ട് കഴുകി പതപ്പിച്ചേക്കരുത്. സോപ്പ് ഇടണ്ട, വൈകുന്നേരം കുളിക്കുമ്പോൾ ഇട്ടോ.
ഇപ്പൊ ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു 2 days ഒക്കെ പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? ഡാർക്ക് സർക്കിൾ നോക്കണ്ട, അതിന്റെ കളർ മാറത്തില്ല. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇടൽ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ? കുഞ്ഞിനെ എണീപ്പിക്കണം, എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് പൊരിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചിക്കനൊക്കെ പൊരിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് കടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.